എൻ്റെ പ്രസൻസ് ആസ് എ പൊളിറ്റിക്കൽ ലീഡർ ഈസ് ഹിയർ. ആ ടെമ്പറേച്ചർ എനിക്കറിയണം. ഇതിനകത്ത് നമ്മൾ വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമുക്കറിയണം. അതിനൊരു ചങ്കൂറ്റം മലയാളിയായ ഒരാൾക്കെ പറ്റിയിട്ടുള്ളൂ, ദേവന് മാത്രം സഹിച്ചിട്ടുള്ളൂ. അത് ഞാൻ വലിയ അഹങ്കാരത്തോടു കൂടി തന്നെ പറയും. കാരണം ഇവിടെ എത്ര ആൾക്കാരുണ്ട്, എത്ര മലയാളി, എത്ര വലിയ വലിയ ആൾക്കാരുണ്ട്, അവർക്കൊന്നും തോന്നിയില്ലല്ലോ. അവരൊക്കെ വലിയ വർത്തമാനങ്ങളൊക്കെ പറയും അങ്ങനെ. പക്ഷേ ഇത്രയും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനായിട്ട്, കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനായിട്ട് ചങ്കൂറ്റം കാണിച്ചത് ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ NDTVയും പിന്നെ ടൈംസ് ഓഫ് ഇന്ത്യ ആണ് അതിനെ എന്നെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. അവർ എൻ്റെ ഇലക്ഷന് വന്നിരുന്നു. ഇലക്ഷൻ ഞാൻ നിൽക്കുന്ന ട്രിവാൻഡ്രത്ത് വെസ്റ്റിൽ നിന്നിരുന്നു അസംബ്ലിയിൽ. അപ്പോൾ ഞാൻ ഈ മൂന്ന് മുന്നണികളിലും എതിർത്തതാണ്. BJPനും കോൺഗ്രസിനെയും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എതിർത്ത് നിന്നതാണ്. ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? ഒറ്റയ്ക്ക് നിന്നതാണ്. ഒരു മനുഷ്യനില്ല, ഒരു ജാതിയില്ല, ഒരു മതമില്ല, ഒരു പൊളിറ്റിക്കൽ ഒരു സംഘടനയും എൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല. അത് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. ഞാൻ ജനങ്ങളോട് ചെയ്യുന്ന ഒരു കമ്മിറ്റ്മെൻറ്റാണ്. അത് എന്ത് സംഭവിക്കുന്നത് എനിക്കറിയില്ല. എൻ്റെ പേരിൽ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നു, ശാരീരികമായ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു, എൻ്റെ ഓഫീസ് തീ വെച്ചു, പോസ്റ്റേഴ്സ് തീ വെച്ചു. രാത്രി 12 മണിക്ക് രാത്രി ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ തടഞ്ഞു നിർത്തി എന്നെ വടിവാൾ കൊണ്ട് ആക്രമിച്ചു. മനസ്സിലായില്ലേ? ഇതൊന്നും നിങ്ങൾക്കറിയില്ല, കാരണം ഇത് അറിയിക്കാൻ സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഞാൻ അങ്ങനത്തെ ആക്രമണത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ കളരിയോ കൊണ്ടാണ്. കളരി ഇതിലൂടെ ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ അവരെന്നെ വെട്ടിക്കൊന്നെ. അത് നാല് സ്കൂട്ടറിൽ എൻ്റെ പിന്തുടർന്ന് വന്നു. സ്റ്റോപ്പ് ചെയ്തു രാത്രി 12 മണിക്ക് വടക്കാഞ്ചേരി നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ മാത്രം ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു വടി, ഇത്ര പോകുന്നൊരു വടി ഉണ്ടായാലും ഒരാളും എൻ്റെ അടുത്തേക്ക് വരില്ല. ഞാൻ ഇറങ്ങി, വടി എടുത്ത് ഇറങ്ങി. അപ്പോൾ ഇവർ തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു സിനിമാ നടൻ ഇങ്ങനെ ചെയ്യുമെന്നുള്ളതായിരുന്നു. ഈ സിനിമയിൽ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ അടിപിടി കൂടുന്നുണ്ട്, അത് വേറെ വിഷയം. അല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യന് വടിയെടുത്തിട്ട് പുറത്ത് അവർ പേടിച്ചു പോയി. അവർ ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ തന്നെ എൻ്റെ ഓഫീസ് തകർത്തു. പിന്നെ ഞാൻ ഈ വടക്കാഞ്ചേരി ടൗണിൽ ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായി. എന്നെ എല്ലാവരും വന്ന് അടിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴേക്കും എൻ്റെ എനിക്ക് കുറേ പിള്ളേരുണ്ട്, അവരെന്നെ പൊക്കി വേറെ വണ്ടിയിലിട്ടിട്ട് ഓടിപ്പോയി. അങ്ങനത്തെ ഒരുപാട്. എന്നിട്ട് ഞാൻ നിന്നല്ലോ, എന്നിട്ട് ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഞാനത് പറയുന്നുണ്ട്. ഞാൻ 4 മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനിച്ചു ഈ 2021. ആ ഒരു ചിരി കേട്ടു, ഞാൻ ചിരി കണ്ടു. അല്ല, ഇവിടുത്തെ ചിരി എന്താ? ഒറ്റ ചോദ്യം, കറക്റ്റ് അല്ലേ? അല്ല, മുഖര് ചിരിച്ചത് ഞാനേ ഈ സൈക്കോളജിയിലെ ആളാണ് കേട്ടോ. അപ്പൊ ഈ കുട്ടി എന്താ നോക്കിട്ടേ പിന്നെ ഇതല്ലേ നമ്മൾ അംബിഷ്യസ് ആവണമല്ലോ, ആവണമെന്നല്ലോ. അപ്പോൾ വെച്ചാൽ ഞാൻ 4 ഇടത്തിൽ, കാരണം എന്നറിയോ, ഞാൻ എൻ്റെ ഫസ്റ്റ് 2004 മത്സരിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ശക്തി ഉണ്ടല്ലോ. അപ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്കുള്ള അത് ഇപ്പോഴും ആ അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത, ആ ഒരു ധൈര്യം വെച്ചിട്ടാണ് ഞാൻ ഈ 4 മണ്ഡലങ്ങളിൽ ഇത് തീരുമാനിച്ചത്. അത് ഒറ്റയ്ക്ക് നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പലരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തു. ചില സപ്പോർട്ടൊക്കെ എനിക്ക് കിട്ടി. എപ്പോഴും ഫണ്ട് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഒരു സിനിമാ നടനായ എനിക്ക് അത്ര ഫണ്ടൊന്നും ഇല്ലാത്ത മനുഷ്യൻ. അങ്ങനെ ചില ആൾക്കാർ ഫണ്ട് ചെയ്യാൻ, കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ, എന്നെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, എൻ്റെ നിലപാടുകളെ അംഗീകരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു നമ്മൾ പിന്നിലുണ്ടാവാം എന്ന് പറഞ്ഞു. ദേവർ ഫിലിംസ് എന്ന് പറഞ്ഞൊരു തമിഴ് ഫിലിംസിൻ്റെ അതിൽ അതും ഇന്ത്യൻ എക്സ്പ്രസ് തന്നെയാണ് കേട്ടോ. അതിലൊരു പരസ്യം ഉണ്ടായിരുന്നു. അതിലെന്താണെന്ന് വെച്ചാൽ മാർഷ്യൽ ആർട്സ് അറിയുന്ന ആൾക്കാർ നേരിട്ട് വരിക, അവർക്കൊരു ചാൻസ് കിട്ടും, ഒരു സിനിമയിൽ ചാൻസ് കിട്ടും, മാർഷ്യൽ ആർട്സിനെ പറ്റി അറിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ 10ാമത്തെ വയസ്സ് മുതൽ കളരി അഭ്യാസിയാണ്. എൻ്റെ തറവാട്ടുകാർ മുഴുവനും
കളരി അഭ്യാസികളാണ്. ഞങ്ങൾ വടകരന്ന് വന്ന ആൾക്കാരാണ്. നമ്മുടെ ആരോമൽ ശേഖരൻ്റെ ഒക്കെ വെളി വരുന്ന ഇതാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ 10ാമത്തെ വയസ്സ് മുതൽ ഞാൻ കളരി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ തോന്നി എന്തെങ്കിലും ആവട്ടെ, കളരിങ്ങി കളരി അല്ല. അപ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യമല്ല കേട്ടോ, അവിടെ പോയാൽ എന്തെങ്കിലും ഒരു പൈസ കിട്ടുമല്ലോ, 500 രൂപ. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്നു. അവിടെ കുറേ ക്രൗഡ് ആൾക്കാർ, എല്ലാം കരാട്ടെ വിദഗ്ധന്മാർ, അങ്ങനെ പല മാർഷ്യൽ ആർട്സിലെ വിദഗ്ധന്മാരായ കുറേ ചെറുപ്പക്കാരുടെ കൂടെ ഞാനും നിന്നു. ക്യൂ ആയിട്ട് അകത്തേക്ക് വിളിച്ചു വന്നു. അപ്പോൾ ഒരു ഇത് വന്നപ്പോൾ ഒരു 3 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആരാണെന്ന് നമുക്കറിയില്ല. അത് പിന്നീട് മനസ്സിലായി. നടുക്കിരുന്ന ഡയറക്ടർ, അപ്പുറത്തിരുന്നത് പ്രൊഡ്യൂസർ, ഇപ്പുറത്തിരുന്നത് റൈറ്റർ. അങ്ങനെ ഓരോരുത്തർ വിളിക്കും. ഞാൻ കടന്നു വന്നു. അപ്പോൾ അവരെന്നെ ആൾക്കൂടി നോക്കി. അത് എന്നെ തരും ഉണക്ക്. ഞാൻ പറഞ്ഞു കളരി തരും. എന്നത്? കളരി സാർ, കളരി, കേരള ആർട്ട്, കേരള മാർഷൽ ആർട്സ്. அப்படியா? കളരിയാ? പേര് എഴുത്. കളരി ദേവൻ. അവൻ കളരി ദേവനായിട്ട് കളരി ദേവൻ അവിടെ എഴുത്. ശരി, കമി എന്നെ തരും, കമി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, ഒരാൾ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊന്ന് അടിക്കാൻ പറഞ്ഞു. അതിലടിച്ചു. അപ്പോൾ ഞാനത് അടിച്ചു മാറ്റി ഇയാൾ അങ്ങോട്ട് പതുക്കെ അങ്ങ് മറിച്ചിട്ടു, പരിക്ക് പറ്റാത്ത രീതിയിൽ. ഇനി വേറെ എന്നൊക്കെ കാമിക്ക്. അങ്ങനെ 2-3 സ്റ്റൈല് കാണിച്ചു കൊടുത്തു. ഞാൻ അതെല്ലാം കാണിച്ചു കൊടുത്തു. ഓക്കെ, സെലക്ട്. അങ്ങനെ അടുത്ത ദിവസം ഞാനിവിടെ അവർ ഓഫീസിൽ വരാൻ പറഞ്ഞു. ഓഫീസിൽ വന്നു. അവരെന്നെ ചെങ്കൽപ്പെട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ നിന്നൊരു 60 കിലോമീറ്റേഴ്സ് ചെന്നൈയിൽ നിന്ന് പുറത്ത് പോകണം. ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്, അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര വെയിലാണ്. അപ്പോൾ എന്നെ ഇത് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഷൂ ഒക്കെ തന്ന് അത് തിരിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് ഈ കോസ്റ്റ്യൂംസൊക്കെ കൊണ്ടുപോകുന്ന വാനുണ്ട്, അതിൻ്റെ ഒരു സൈഡിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഞാൻ ജൂനിയർ സ്റ്റേഷൻ പോലെ പോവല്ലേ. ഒരു മലയാള സിനിമയിൽ ഇത് കോസ്റ്റ്യൂമിസ്റ്റ് ഫിലിം എടുത്ത ആളാണ് ഞാൻ. പിന്നെ എന്നെ കാണുന്നത് ഒരു വാനിൽ അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ പോവാ. ഞാൻ ഇപ്പോൾ ഓർക്കാണ് അങ്ങനെ പോയി. എൻ്റെ ഈശ്വര എന്ത് രീതി, മനസ്സിലായില്ലേ? അങ്ങനെ വന്ന് നിന്നു. അപ്പോൾ ഭയങ്കര ബഹളം. ആൾക്കാരും ഒരു ട്രാക്ക് ഇട്ടിട്ടുണ്ട്, ഒരു ട്രോളി ട്രാക്ക് വന്ന് ഇതൊക്കെ കിട്ടും. അപ്പോഴേക്കും ഡയറക്ടർ വന്നു, ഫൈറ്റ് മാസ്റ്റർ വന്നു. ആ ഫൈറ്റ് മാസ്റ്റർ പറഞ്ഞു എന്ന് വെച്ചാൽ ഇതിൽ കമ്പോസിങ് കിടயாது സാർ, കമ്പോസിങ് കിടயாது, உங்களுக்கு என்ன தெரியுமோ അത് பண்ணுங்க. അപ്പോൾ കരാട്ടെ മണി എന്ന് പറഞ്ഞ ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. കരാട്ടെ വെച്ചാൽ വലിയൊരു മാസ്റ്ററാണ്, ഈ കരാട്ടയുടെ മാസ്റ്ററാണ് കരാട്ടെ മണി. പേരെടുത്ത ബ്ലാക്ക് ബെൽറ്റിന് മേലെയുള്ള ഒരുപാട് ബെൽറ്റ് എടുത്തിട്ടുള്ള മനുഷ്യനാണ്. അയാളും ഞാനായിട്ടുള്ള ഫൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പോസിങ് ഇല്ല. നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങളടിക്കുക, അയാൾക്ക് അറിയുന്നത് നിങ്ങളടിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആ ട്രോളി ഷോട്ട് ഇങ്ങിട്ടുണ്ട്. ട്രോളി ഷോട്ടിൽ ഇങ്ങനെ അവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അടിച്ചടിച്ചിട്ട് ഇങ്ങോട്ട് വരും. അതുവരെ നമ്മളിങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് അടിക്കും, ആൾ ഇങ്ങനെ അടിക്കും, ഞാൻ തടുക്കും, ഇങ്ങനെ തടുക്കും, ബ്ലോക്ക് ചെയ്യും, അങ്ങനെ അടിച്ച് ചക്കന്ന് വെച്ചിട്ട് അങ്ങനെ അവസാനം കൊണ്ട് നിർത്തി. ഒരൊറ്റ ഷോട്ടിലാണത് അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഓക്കെ ശരി. അപ്പോഴേക്കും അവർ വേറൊരു ആംഗിൾ വെക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അങ്ങോട്ട് പോയി. അപ്പം വെയിലത്ത് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ കരാട്ടെ മണി സാറ് അവിടെ അപ്പോഴേക്കും അദ്ദേഹത്തിന് ചെയറും ഇളനീരും ഗ്ലൂക്കോസൊക്കെ ആയിട്ട് ആൾക്കാർ പിന്നിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ആരും വരുന്നില്ല, ഞാനിങ്ങനെ നിൽക്കുകയാണ്, ദാഹിച്ചിട്ടും വയ്യ. അപ്പം ഈ മാഷ എന്നെ കണ്ട്, യോ തമ്പി ഇങ്ങ് വാ, എന്നാ വാങ്ങ ഏയ് ചെയർ വേണ്ട, ചെയർ കൊണ്ടത് ഇരിക്കും, ഉക്കാർ എന്നാ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഷൂ ഊര്. അപ്പോൾ ഞാൻ ഷൂ ഊരി. തന്നെ കൊണ്ടാടാ, തന്നെ എടുത്ത് ഒരു ബോട്ടിൽ തന്നെ എടുത്തിട്ട് എൻ്റെ കാലിലൊക്കെ കൊണ്ട് ഒഴിച്ചു. എപ്പോഴും இந்த மாதிரி பண்ணும்போது நீங்கள் ஷூ ஊறி காலில் தண்ணி ஒழிக்கணும், இல்லைன்னா ரொம்ப ഡാമേജ് ആയിടും, നമുക്ക് ഹെൽത്ത് ഡാമേജ് ആയിടും. അതൊക്കെ കൊടുത്ത് അപ്പോൾ എനിക്ക് സമാധാനമായി. ഒരു മനുഷ്യൻ നമ്മൾ കാണുന്നല്ലോ. അതൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞ് അന്നത്തെ ഫുൾ ഷൂട്ടിങ് കഴിഞ്ഞു. എന്നെ തിരിച്ച് അതേ വാനിൽ കയറ്റി അവിടെ കൊണ്ട് ഇവിടെ ഇറക്കി, അവരുടെ ഓഫീസിൽ ഇറക്കി. അപ്പം ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹാൻഡ് ബാഗ് പിടിച്ചിട്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, ക്യാഷ്യർ
കുറേ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു, ചില ആൾക്കാർ അങ്ങ് പോകുന്നു, അങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര ബഹളമാണ്. ഞാൻ കുറേ നേരം നിന്നു. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്, ഈ പൈസ വല്ലതും കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ മാനേജർ വന്നിട്ട്, യോ തമ്പി പോലെയാ നീ? ഇല്ല പോലെപ്പാ, ഞാൻ അങ്ങനെ நீ ஒரு வேலை பண்ணுங்க, அந்த ஃபோன் நம்பர் கொடுங்க, அடுத்த ஏதாவது சான்ஸ் இருந்தால் கூப்பிடுறேன், நீங்கள் போங்க. അപ്പോൾ എനിക്ക് പൈസ ഇല്ല, അന്ന് പൈസ കിട്ടിയില്ല. അന്ന്. അതാണ് ആദ്യത്തെ പടം, തമിഴ് പടം. ഞാൻ അഭിനയിച്ച ഫസ്റ്റ് ഫിലിം തമിഴ് പടമാണത്. തമിഴ് പടം.